എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റിവ്യൂ ആയിട്ടാണ്, അതായത് ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതായത് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പുതിയ മൂവിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച നൈറ്റ് പോയിട്ട് കണ്ടു, സെക്കൻഡ് ഷോയിലേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗം ജോർജ് എട്ടൻസ് രാഗത്തിനാണ് മൂവി കണ്ടത്. ഒരു രക്ഷയില്ല, അടിപൊളി പടമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റിയ ഒരു അടിപൊളി പടമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൂവി റിവ്യൂലേക്ക് വരാം. അപ്പോൾ മൂവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റോറി എന്ന് പറയാം, അതുപോലെ തന്നെ ഒരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ട്, അതേപോലെ എന്താ പറയുക കുറച്ച് റിവെഞ്ച് ഉണ്ട്, അതേമാതിരി ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കണം, അതായത് ഈ ഡ്രഗ്സ് റിലേറ്റഡ് ക്രൈംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ എങ്ങനെ ഓരോ ഫാമിലിയിൽ എങ്ങനെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, അപ്പോൾ അതിൽ അവർ എങ്ങനെ ഫാമിലി എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മൾ ഈ മൂവിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സൊസൈറ്റി നമുക്കറിയാം, എന്തായാലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നൊരു പടം തന്നെയാണ്. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഡ്രഗ്സ്, ഇപ്പോൾ ഏത് ഇത് നോക്കിയാലും ഇപ്പോൾ തന്നെ ഓരോ കൊലപാതകങ്ങൾ ക്രൈംസും ഒക്കെ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അതിനെ തന്നെയാണ് ഈ പടം പ്രതിപാദിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നല്ലൊരു ഫാദറിൻ്റെ ഒരു പെയിൻ ഉണ്ട്, ഒരു എന്താ പറയുക ഒരു ഫാമിലി മാൻ്റെ ഒരു ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി കുഞ്ചാക്കോ ബോബൻ ഒരു രക്ഷയില്ല, അത് ഒരു എൻട്രി സീനുണ്ട്, ചാക്കോച്ചൻ്റെ ഒരു എൻട്രി സീനുണ്ട്, അതൊക്കെ ഒരു രക്ഷയില്ലാത്ത സീനാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു പടത്തിൻ്റെ റിവ്യൂ പറയുമ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ഇതാക്കരുത്. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് തിയേറ്ററിൽ പോകുമ്പോൾ അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. അതിൽ നമ്മുടെ ആനന്ദത്തിലത്തെ ഒരു അഭിഷേക് നായർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടറുണ്ട്, ആൾ പൊളിച്ചിട്ടുണ്ട്. അതേപോലെ ആളുടെ ഒപ്പം നിൽക്കണ വില്ലന്മാർ, അവരും പ്രശ്നമില്ല, അവന്മാരും അവളുമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് തോന്നില്ല, നമ്മൾ ഈ പണി സിനിമയില്ലേ, ജോജുവിൻ്റെ പണി സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നിയില്ലേ, അവന്മാർ ഇടിച്ച് അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കയറില്ലേ ഈ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ, അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ഈ പടത്തിൽ ഫീൽ ചെയ്യും. ഇവന്മാർ ഇടിക്കണോ, അതേമാതിരി റംസാനൊക്കെ ഉണ്ട് ഈ പടത്തിൽ. അവരൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടോക്ക്, ഞാൻ ഈ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഇതാക്കണ്ട. അപ്പോൾ നിങ്ങൾ പടം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെയാണ് അതിൽ ആക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വില്ലന്മാർ. പിന്നെ കുഞ്ചാക്കോ ബോബൻ അമാതിരി ഇമോഷണൽ കണക്ഷൻ, അതായത് നമുക്ക് ശരിക്കും ആ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ഫീല് വരും, അത്രയും എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം. അതേപോലെ ട്വിസ്റ്റുകളുണ്ട്, ത്രില്ലിംഗ് ആണ്, ഇമോഷണൽ ഉണ്ട്, ഫാമിലി സ്റ്റോറി ഉണ്ട്, ഇതെല്ലാം കൂടിയിട്ട് എന്താ പറയുക ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ത്രില്ലർ മൂവി കാണുമ്പോൾ ത്രില്ലിങ് അങ്ങനത്തെ, ഇതിൽ ത്രില്ലിംഗ് ഉണ്ട്, എന്നാൽ ഇത് ഒരു കാറ്റഗറിയിൽ പെടുത്താതെ തന്നെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു പടം. ഒരു ഫാമിലി മാൻ്റെ ഒരു രീതിയിൽ നിന്നിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി, അങ്ങനത്തെ ഒരു ബെസ്റ്റ് മൂവി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. OTT-യിൽ കാണാമെന്ന് വിചാരിച്ചിരിക്കേണ്ട ഒരു പടമല്ല ഇത്. തീർച്ചയായിട്ടും തിയേറ്റർ നമ്മൾ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു നല്ലൊരു മൂവിയാണ്. അപ്പോൾ നല്ല തിയേറ്ററിൽ തന്നെ കാണാം. ഞാൻ ഇവിടെ നിന്നാണ് കണ്ടത്, ജോർജ് എട്ടൻസ് രാഗം 4K ഇതാണ്, അതുപോലത്തെ അറ്റ്മോസിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ നല്ല തിയേറ്ററിൽ നിന്ന്, ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, ബി സിനിമാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ തൃശ്ശൂരായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വേറെ നല്ലൊരു പടം വരുമ്പോൾ നമുക്ക് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു തിയേറ്റർ വന്നിട്ടുണ്ട്, ബി സിനിമാസ്, അവിടെ നിന്ന് കാണും. ഇപ്പോൾ എമ്പുരാനൊക്കെ അതിന് മുന്നേ ചിലപ്പോൾ നമ്മുടെ ലീവ് കഴിഞ്ഞാൽ അങ്ങനെ പോവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ദുബായിന്നോ ഷാർജയെന്നോ എവിടെ നിന്നെങ്കിലും പടം കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടാം. അല്ല ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എമ്പുരാൻ്റെ റിവ്യൂ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കണ്ടിട്ട്, അതായത് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ കുറേ സിനിമ എന്നിട്ട് സമരം വരും, തേങ്ങ വരും, അതൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ വേറൊരു റിവ്യൂവിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുമില്ലാതെ നമുക്ക് ആ പടം നല്ല ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ പടം പോയിട്ട് കാണാം. സൈനിങ് ഓഫ്, പ്രോജക്ട് ടോക്സ്.